തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടിയ ദിവസമാണെന്ന്. 5 സീറ്റിൽ മാത്രം ജയിച്ചിരുന്ന LDF 10 സീറ്റുകളിൽ വിജയമുയർത്തിയപ്പോൾ 13 സീറ്റുണ്ടായിരുന്ന UDF-ന് 10 സീറ്റ് മാത്രമായി കുറഞ്ഞു. BJP-ക്കാകട്ടെ 4 സീറ്റ് 3ആയി കുറയുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാഷ്ട്രീയ പ്രാധാന്യമേറെയാണിതിന്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ UDF ഇല്ല, പകരം മുസ്ലിം ലീഗിന്റെ ജനകീയ അടിത്തറ കരുത്തുറ്റതാണെന്ന് തെളിയിക്കുന്ന അഭിമാനകരമായ വിജയമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്ന് സലാം പറയുന്നു. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗ് പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയുന്നതുകൊണ്ടാണ് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഭൂരിപക്ഷം നൽകി ലീഗ് സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വിജയിപ്പിച്ചത് എന്ന് PMA സലാം പറയുന്നു. മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യത എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം പറയാതെ ലീഗിന്റെ മാത്രം വിജയത്തെക്കുറിച്ച് PMA സലാം പ്രസ്താവന ഇറക്കുന്നത്. ചോദ്യം ഇതാണ്: ഒറ്റയ്ക്ക് മത്സരിക്കുമോ ലീഗ്? CPM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ, കാസിം ഇരിക്കൂർ, INL സംസ്ഥാന പ്രസിഡന്റ് CN വിജയകൃഷ്ണൻ, CMP സംസ്ഥാന സെക്രട്ടറി ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം UDF-ന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണമാണ് വേണ്ടത്. CN വിജയകൃഷ്ണൻ, ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ സത്യത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കേൾക്കാം. CN വിജയകൃഷ്ണൻ പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതന്നെ നികേഷിൻ്റെ നിർബന്ധം കൊണ്ടാണ്. ആയിക്കോട്ടെ. NVR മകൻ വിളിച്ചാൽ ചർച്ചയിൽ പങ്കെടുക്കണല്ലോ എന്നുള്ളതുകൊണ്ട് ആയിക്കോട്ടെ. സാധാരണ ചർച്ചയ്ക്ക് പോകാത്തൊരു കക്ഷിയാണ്. ഏതായാലും നിങ്ങൾ ഈ വിചാരിക്കണ എന്ത്, നിങ്ങൾ ചർച്ച ചെയ്യണ കാര്യം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനും പോകുന്നില്ല, UDF ഒറ്റക്കെട്ടായി മത്സരിക്കുകയും ചെയ്യും. സാധാരണ UDF-ലെ പ്രശ്നങ്ങൾ തീരല് നോമിനേഷൻ കൊടുക്കണേ എന്നാ. അത് ഇന്നും ഇന്നലെയല്ല. നികേഷിൻ്റെ അച്ഛൻ NVR അഴീക്കോട് മത്സരിക്കുമ്പോൾ എപ്പോഴാണ് സീറ്റ് കിട്ടിയത്? കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ എപ്പോഴാണ് സീറ്റ് കിട്ടിയത്? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ UDF അവസാന നിമിഷത്തിലെ തീർക്കൽ. പക്ഷേ ഇപ്പം വളരെ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. ലീഗ് ചോദിക്കണതിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല. കോൺഗ്രസ് കഴിഞ്ഞാൽ UDF-ലെ ഏറ്റവും പ്രബലമായ കക്ഷി ലീഗാണ്. ലീഗിൻ്റെ ന്യായം ചോദ്യം ശരിയാണ്, അത് പരിഗണിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വലിപ്പമൊക്കെ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രയാസങ്ങൾ ലീഗും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നാളെ നോട്ടിഫിക്കേഷൻ വരിക വെച്ചാൽ അപ്പം തന്നെ തീരാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്ത്, ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനും പോകില്ല, UDF-ന് ഒരു വിള്ളലും ഉണ്ടാവില്ല. നോക്കൂ CN വിജയകൃഷ്ണൻ, സാധാരണഗതിയിൽ ഇതൊരു സീറ്റിൻ്റെ പ്രശ്നമാണ് എങ്കിൽ, ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ലീഗ് പറയുന്നത് ഇങ്ങനെയാണ്: BJP കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാർലമെൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം തന്നെയും മുസ്ലിം വിരുദ്ധമാണ്. അങ്ങനെ മുസ്ലിം വിരുദ്ധത മുഖമുദ്രയാക്കിയിട്ടുള്ള ബില്ലുകളിൽ, പ്രശ്നങ്ങളിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അവരെ ഒരു മുസ്ലിം പാർട്ടി എന്ന് വിശേഷിപ്പിക്കുമെന്ന ഭയത്താൽ പലപ്പോഴും BJP-യുടെ ഇപ്പോൾ ബാബറി മസ്ജിദ് വിഷയത്തിൽ, രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ ഒക്കെ തന്നെയും ഏതാണ്ട് BJP എടുത്ത നിലപാടിന് അടുപ്പിച്ചിട്ടുള്ള നിലപാടാണല്ലോ കോൺഗ്രസിനും എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പാർലമെൻറ്റിൽ നിലപാട് പറയാനുള്ള അംഗങ്ങളെ അയക്കുക എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഇതിൽ നേതാക്കളുടെ കയ്യിലിരുന്ന വിഷയമാണെങ്കിൽ ഇപ്പോഴത് അണികളുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. ഈ വിഷയത്തിൽ
നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ലീഗ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പാർലമെൻറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി വന്നത്. ആ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ പാർലമെൻറ്റിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. പാർലമെൻറ്റിൽ നമ്മൾ ഇന്ത്യ മുന്നണി വിജയിക്കുകയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് CPM അടക്കമുള്ള ഇടതു കക്ഷികൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. ഈ കാര്യം ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ 38 കൊല്ലങ്ങൾക്ക് മുമ്പ് NV രാഘവൻ പറഞ്ഞതാ. അന്ന് 2 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായത്. ന്യൂനപക്ഷങ്ങളെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണം. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങളും രാഷ്ട്രീയവും എത്തിയില്ലേ? അതുകൊണ്ട് ലീഗിലെ 3 സീറ്റാണ് ചർച്ചയെങ്കിൽ പക്ഷേ അവർക്ക് അർഹതപ്പെട്ടതാണ് അവർ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് ലീഗ് ഇതുവരെ അനുഷ്ഠിച്ചു പോന്നിരുന്നത് എങ്കിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം മുസ്ലിം ലീഗ്, മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഉദാഹരണത്തിന് നമ്മൾ കോൺഗ്രസും CPIയും ഒക്കെ തന്നെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഘടകകക്ഷിയെ പോലെയാണ് CPI അതിനോടൊപ്പം നിൽക്കുന്നത്. CPM ഏതായാലും ആ നിലയിലുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ഇന്ത്യ മുന്നണിയുടെ പുറത്ത് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം, കോൺഗ്രസിനും CPIക്കും ഈ വയനാട് പോലുള്ള മണ്ഡലങ്ങളിലെ സൗഹൃദ മത്സരമാകാമെങ്കിൽ എന്തുകൊണ്ട് മലബാറിൽ കോൺഗ്രസിനും ലീഗിനും സൗഹൃദ മത്സരമായിക്കൂടാ? എൻ്റെ നികേഷേ, നിങ്ങൾ വിചാരിച്ചത് നടക്കൂല. UDF ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കും. ഇതൊക്കെ നിങ്ങൾക്കൊരു സ്വപ്നമാണ്, ഒരു ചർച്ചയ്ക്ക് ഉള്ള വിഷയമാണ്. അതിലപ്പുറത്തേക്കൊന്നും ഇത് പോണ പ്രശ്നമില്ല. 38 കൊല്ലം CMB-യുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായി വിളിക്കേണ്ടത് കോൺഗ്രസിനെയായിരുന്നു. UDFിലെ ഏറ്റവും ചെറിയ കക്ഷിയെ നിങ്ങൾ എന്തിനാ വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. ലീഗിന്റെ മനസ്സറിയണമെങ്കിൽ CN വിജേഷിനോട് ചോദിച്ചാൽ മതി എന്നാണ് സാധാരണ കോഴിക്കോട്ടുകാർ പറയുക. ഞാൻ ലീഗിലല്ലല്ലോ, ലീഗിൻ്റെ സംഘടന ലെവലിലൊന്നും ഞാൻ പോവാറില്ല. എനിക്ക് നല്ല സൗഹൃദം എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ടുണ്ട്. ഞാൻ CN വിജേഷൻ P. ജയരാജനിലേക്ക് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ P. ജയരാജൻ, അങ്ങനെ ഒരു മോഹം ശ്രീ P. ജയരാജന്റെയോ അല്ലെങ്കിൽ CPMന്റെയോ മനസ്സിലുണ്ടോ? ഏത് മോഹം? ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും ഇപ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒപ്പം കൂട്ടാം എന്ന മോഹം? അല്ല, ഇവിടെ CPM മുസ്ലിം ലീഗിനെ കൂട്ടാൻ ഇപ്പം തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ലീഗ് UDFിൻ്റെ ഭാഗമാണ്. UDFിൽ നിന്ന് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന് ലീഗ് അണികളിലെ അഭിപ്രായമാണ് മാധ്യമങ്ങളിലൂടെയും മറ്റും ചർച്ച ചെയ്യുന്നത്. ഈ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ UDFിനകത്ത് വിജയകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പാർട്ടി ലീഗാണ്. ആ ലീഗിന് അർഹമായ പ്രാതിനിധ്യം കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് കൊടുത്തിട്ടില്ലല്ലോ. 3 സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട ലീഗിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് 3ാമത്തെ ലോക്സഭാ സീറ്റ് തരുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നികേഷ് പറഞ്ഞ പ്രസക്തമായിട്ടുള്ള ചോദ്യം വരുന്നത്. ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളെന്ന നിലക്ക് വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും CPI സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPIയും UDFിന് വേണ്ടി കോൺഗ്രസുമാണ് അവിടെ മത്സരിക്കുന്നത്. അതേപോലെ ഈ 2 സീറ്റിൽ ഒതുക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന പരിശ്രമത്തോട് പ്രതികരിച്ചുകൊണ്ട് മലപ്പുറവും പൊന്നാനിയും ലീഗ് മത്സരിക്കുക, മറ്റ് ചില മണ്ഡലങ്ങളിൽ സൗഹാർദ്ദ മത്സരത്തിന് ലീഗ് തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പം ലീഗ് അണികളിൽ നിന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമുള്ളത് സുന്നി വിഭാഗങ്ങളിലാണ്.
ആ സുന്നി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സംഘടനയാണ് സമസ്ത. ആ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം ഈ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തിൽ കൃത്യമായിട്ടുള്ള ചോദ്യം ഇതാണ് ചോദിച്ചത്: അർഹതപ്പെട്ട സ്ഥാനം കിട്ടുന്നതിലെങ്കിൽ കോൺഗ്രസ് തരുന്നില്ലെങ്കിൽ സൗഹൃദ മത്സരത്തിനുണ്ടോ എന്നതാണ്. ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ബാഫാക്കി തങ്ങൾ സ്റ്റഡി സർക്കിളിൻ്റെ ഒരു യൂണിറ്റ് അവർ കേരളത്തിലെ രാഷ്ട്രീയ സ്വാധീനത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പഠനവും ആ രാഷ്ട്രീയ സ്വാധീനത്തിൽ ലീഗിനുള്ള പങ്ക് എന്താണ്, ആ ലീഗിന് അർഹമായിട്ടുള്ള പരിഗണന UDF നൽകുന്നുണ്ടോ എന്ന വിഷയവും അവർ പരിഗണിച്ചുകൊണ്ട് ആ സർക്കിള് നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൻ്റെ നിഗമനം ലീഗിന് യഥാർത്ഥത്തിൽ 5 ലോക്സഭാ സീറ്റ് വരെ അവകാശപ്പെടാൻ അർഹതയുണ്ട് എന്നാണ്. 30 നിയമസഭാ സീറ്റും പറയുന്നുണ്ട്. ഇപ്പോൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ 5 സീറ്റ് വരെ ലോക്സഭയിലേക്ക് ആവശ്യപ്പെടാൻ അർഹതയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ 3 സീറ്റ് ചോദിച്ചു. 5 അർഹത, അപ്പോൾ 3 ചോദിച്ചു. ആ 3 ചോദിച്ചതിൽ ഇല്ല, ഞങ്ങൾ തരില്ല, 2 മാത്രമേ നിങ്ങൾക്ക് തരൂ എന്ന ഉറച്ച നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു. പണ്ട് എല്ലാ കാലത്തും കോൺഗ്രസ് കേന്ദ്രത്തിലെ ഭരണകക്ഷിയായിരുന്നു, വലിയ നിലക്ക് സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസ് രാജ്യത്തുടനീളം ദുർബലപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ വോട്ടിൽ നിന്ന് BJPയിലേക്കുള്ള ചോർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർ തന്നെ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ധർമ്മട മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി ആളുകൾ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ലീഗ് അതിൻ്റെ സ്വാധീന ശക്തിയെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾക്ക് 3 സീറ്റ് വേണം എന്ന കടുംപിടുത്തം ഉന്നയിക്കുമോ കോൺഗ്രസിൻ്റെ മുന്നിൽ? അതിനുള്ള ആത്മധൈര്യം കോൺഗ്രസിനുണ്ടോ? അതല്ല ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിക്കുമോ? ഈ വിഷയം സമൂഹത്തിൽ വലിയ ചർച്ചയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ജയരാജൻ. നേരത്തെ CN വിജയകൃഷ്ണൻ ശരിയാമണം ചൂണ്ടിക്കാണിച്ചതുപോലെ UDFിലെ എല്ലാ കാലഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമല്ല, അത് പിൻവലിക്കുന്ന ദിവസമാണ് പലപ്പോഴും UDFിലെ പ്രശ്നങ്ങൾ അവസാനിക്കാറുള്ളത്, സീറ്റ് വിഭജനം പൂർത്തിയാകാറുള്ളത്. അത് ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ AK ആൻ്റണി എന്ന കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് തെരഞ്ഞെടുപ്പിൽ UDFന് പരാജയം നേരിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കോൺഗ്രസിലെ ഭിന്നതയെക്കുറിച്ചാണ്, UDFിലെ ഭിന്നതയെക്കുറിച്ചാണ്. UDFിനകത്ത് ഇന്ന് ശക്തമായിട്ടുള്ള ഭിന്നത നിലനിൽക്കുകയാണ്. ആ ഭിന്നത കോൺഗ്രസിലുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ സമരാഗ്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി നടത്തുന്നുണ്ടല്ലോ. SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചതുപോലെ ഈ സമരാഗ്നിയെ നയിക്കാൻ വേണ്ടി, ജാഥ നയിക്കാൻ വേണ്ടി ഒരു നേതാവ് പോരെ, എന്തിനാണ് 2 ആളുകൾ? അപ്പോൾ സുധാകരനും സതീശനും തമ്മിൽ പ്രശ്നമുണ്ട്. UDFിനകത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ പ്രശ്നമുണ്ട്. ആ ലീഗുമായിട്ടുള്ള പ്രശ്നം ഈ സീറ്റിന് അർഹമായിട്ടുള്ള സീറ്റ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ സമസ്ത വിഭാഗം പത്രം ഉന്നയിച്ചിട്ടുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ അണികളിലുള്ള ചോദ്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിൻ്റെ അണികളിൽ തന്നെ അർഹമായിട്ടുള്ള സീറ്റ് കോൺഗ്രസിനോട് ചോദിച്ചു വാങ്ങണം എന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിനോട് കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ നിഷേധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനോട് ലീഗ് നേതൃത്വം എന്ത് സമീപനം സ്വീകരിക്കും എന്ന വിഷയം ലീഗ് അണികളിൽ തന്നെ ശക്തമായിട്ടുള്ള നിലയിൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ വിജയകൃഷ്ണൻ നേരത്തെ ചരിത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. MVR അന്ന് പാർട്ടിക്കകത്ത് ഉന്നയിച്ചത് ഈ വിഷയമാണല്ല. MVR ഉന്നയിച്ചത് ലീഗിനെ LDFിനൊപ്പം കൂട്ടണമെന്നാണ്. അതിന് പറഞ്ഞ ന്യായം കോൺഗ്രസ്സാണ് മുഖ്യ ശത്രു, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ലീഗിനെ കൂടി ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂട്ടണം എന്നാണ് അന്ന് MVRും മറ്റും ആവശ്യപ്പെട്ടിരുന്നത്. അത് പാർട്ടി അന്ന് തിരസ്കരിച്ചു. അത് അന്നത്തെ സാഹചര്യമാണ്. ഇന്ന് തുലവും മാറിയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയാണ് മുഖ്യ ശത്രു. ആ BJPയെ തോൽപ്പിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ വിമർശനം. കാരണം രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥ തന്നെ അപകടപ്പെടുന്ന ഒരു സാഹചര്യമാണ് മോദി ഭരണം 10 വർഷം പിന്നിടുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം, അസന്നിഗ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം.
കോൺഗ്രസ് ഇപ്പോഴും ചാഞ്ചാട്ട നിലപാടാണ് സ്വീകരിക്കുന്നത്. പി ജയരാജൻ സന്നിഗ്ധമായിട്ടുള്ള നിലപാടാണ് 86-ലെ എം വി സ്വീകരിക്കുന്നത്. രാഘവൻ അങ്ങനെ ഒരു രാമകൃഷ്ണൻ നിലപാട് എടുക്കുന്നത് അന്നത്തെ പാർട്ടി തിരസ്കരിക്കുന്നു. പക്ഷേ ഇന്ന് പാർട്ടി തിരസ്കരിക്കുന്നില്ല. ലീഗ് തീർച്ചയായിട്ടും. ഒപ്പം വരികയാണ് എങ്കിൽ, UDF വിട്ട് നിലപാട് വ്യക്തമാക്കുകയാണെങ്കിൽ ഒപ്പം ചേർക്കാൻ CPM തയ്യാറാണ്. അല്ല, ഇപ്പോൾ CPM ലീഗിനെ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും തീരുമാനിച്ചില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. 1980കളിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനും അനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ നയപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അന്ന് ഉണ്ടായിട്ടുള്ള വിഷയം അന്നത്തെ സിഖ് മത രാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി നടത്തുന്ന കലാപങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്നൊരു നിലപാട് സ്വീകരിച്ചത്. ഇന്ന് രാജ്യത്ത് BJP ആണ് മുഖ്യശത്രുവായി വന്നിട്ടുള്ളത്. അതാണ് കോൺഗ്രസ് മുഖ്യശത്രുവായിട്ടൊരു കാലത്തിൽ നിന്നും ഇന്ന് BJP, RSSനാൽ നയിക്കപ്പെടുന്ന BJP മുഖ്യ വിപത്തായി വന്ന സാഹചര്യത്തിൽ BJPക്കെതിരായിട്ട് വിശാലമായിട്ടൊരു കൂട്ടായ്മ വേണം. അക്കാര്യത്തിൽ CPIയും CPMും CPIയും തമ്മിൽ യാതൊരു തർക്കവുമില്ല. കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവണമോ വേണ്ടിയോ എന്ന കാര്യത്തിൽ മാത്രമാണ് ആ കാര്യത്തിൽ ഭിന്നതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് RSSനാൽ നയിക്കപ്പെടുന്ന BJP 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ വലിയ നിലക്ക് ആഘാതം സൃഷ്ടിക്കും. ഭരണഘടനാ മൂല്യങ്ങൾ പോലും തകർക്കപ്പെടും. ഈ സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ കൂട്ടായ്മയിൽ അഖിലേന്ത്യാ തലത്തിൽ ആരൊക്കെയുണ്ട്? കോൺഗ്രസ് ഉണ്ട്, DMK ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ഇതാണ് സാഹചര്യം. ആ സാഹചര്യം ഇവിടെ പ്രയോഗത്തിൽ വരുത്തുന്ന BJPയുടെ ഒക്കച്ചങ്ങാതിമാരായിട്ട് കോൺഗ്രസ് പോകുന്നു എന്നതാണ് ഞങ്ങളുടെ വിമർശനം. നോക്കൂ, ഇവിടെ കോൺഗ്രസ് കേരളത്തിൽ BJPക്കൊപ്പമാണ്. ടി ജയരാജൻ ഇപ്പോൾ സൂചിപ്പിച്ചത് സുപ്രഭാതം ദിനപത്രത്തിൽ ഇക്ബാൽ വാവാഡ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. അതിൽ പറയുന്നത് ബഫക്കി സ്റ്റഡി സർക്കിൾ JNU യൂണിറ്റ് നടത്തിയ പഠനത്തിൽ നിയമസഭയിൽ 30-ലധികവും ലോക്സഭയിൽ 5 സീറ്റ് വരെയും ലീഗിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ പലപ്പോഴും ലീഗിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കാൻ വേണ്ടി കേരളം പോലെ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കട്ടെ എന്ന്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വേറിട്ട ഒരു ചിന്താഗതി വന്നിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ 2014 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലും 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലും പാർലമെൻറ്റിൽ വരുന്ന മുഖ്യമായിട്ടുള്ള ബില്ലുകളുടെയൊക്കെ ഉള്ളടക്കം മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെ കോൺഗ്രസ് ഒന്നുകിൽ കോൺഗ്രസ് ബെഞ്ചുകളിൽ ആളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രത്യക്ഷ നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ താങ്കളുടെ മനസ്സിൽ പല ബില്ലുകളും കടന്നു വരുമെന്ന് ഞാൻ കരുതുകയാണ്. അവിടെയാണ് 5 ലീഗുകാരെങ്കിലും കേരളത്തിൽ നിന്ന് പോകണം എന്ന ആശയമുള്ളത്. അതിൽ 3 or 4 ആയാലും കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ 2-ൽ കൂടുതൽ പറ്റില്ല എന്ന കർക്കശ നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. അതിനോടാണ് യഥാർത്ഥത്തിൽ ലീഗിനിപ്പോൾ വിയോജിപ്പുള്ളത്. നോക്കൂ, ലീഗിന് 2-ൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയില്ലേ? ആ പോരാട്ടം ലീഗ് തുടരുമോ അതോ കീഴടങ്ങുമോ? ശ്രീ കാസിമിരിക്കൂർ, നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ ചിലപ്പോഴിത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി പര്യവസാനിക്കാനാണ് സാധ്യത. ലീഗിന്റെ ഇതപര്യന്ത ചരിത്രം അതാണ് കാണിക്കുന്നത്. ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ടോ 5 സീറ്റിന് അർഹതയുണ്ടോ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും സാമാന്യ ജനം മറുപടി നൽകുന്ന ഒരു ചോദ്യമാണ്. ഉദാഹരണമായി കോൺഗ്രസിന് 21 MLA ഉള്ളപ്പോൾ 16 സീറ്റിൽ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന് 15 സീറ്റുള്ളപ്പോൾ 2 സീറ്റ് മാത്രം കൊടുക്കുന്നു. ഇടതുപക്ഷത്ത് CPIക്ക് 17 സീറ്റാണുള്ളത്, 4 സീറ്റ് മത്സരിക്കാൻ കൊടുക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ലീഗ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി സ്വയം കൃതാനർത്ഥങ്ങളുടെ ശമ്പളമാണ് എന്ന് മാത്രമേ പറയാം. കാരണം കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു അടിമപ്പണി ചെയ്യുന്ന ഒരു വിധേയത്വ മനസ്ഥിതി കഴിഞ്ഞ കുറെ കാലങ്ങളായി കൊണ്ടു നടക്കുകയായിരുന്നു. 1967 കാലഘട്ടത്തിൽ അന്ന് സപ്തമുന്നണിയുടെ ഭാഗമായി നൽകിയത് 2 സീറ്റായിരുന്നു. ആ സീറ്റിൽ നിന്ന് ഇതുവരെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ ഒരു എന്താണ് പറയേണ്ടത് കഴിവുകേട് തന്നെ. പലപ്പോഴും തന്നെ 3-ാം സീറ്റിനെ കുറിച്ച് സംസാരിക്കും. ഇലക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാലും ഏതോ രാജ്യസഭാ സീറ്റ് മറ്റൊന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിവാകും. അവസാനം കോൺഗ്രസ് ജയിച്ച് മുന്നോട്ട് പോകും.
നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല ഇന്ത്യ ആവശ്യപ്പെടുന്നത് പാർലമെന്റിൽ ശക്തമായ മതേതര ചേരിയിൽ ശബ്ദമുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഉണ്ടാകണമെന്ന്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ 10-16 പേര് കേരളത്തിൽ നിന്ന് പോയി. കോൺഗ്രസിന്റെ 16 എംപിമാരൊക്കെ ഉണ്ടായി. എന്തെല്ലാം വിഷയങ്ങൾ വന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളെ മാത്രമല്ല മതേതരത്വത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ വന്നു എന്ന് വന്നപ്പോഴെല്ലാം തന്നെ ഇവരുടെ പെർഫോമൻസ് എന്തായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ 5 വർഷത്തെ ആ ചെറിയ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് അതിന്റെ മതേതര പ്രതിബദ്ധത പൂർണ്ണമായും നഷ്ടപ്പെടുത്തി എന്ന് കാണിക്കുന്ന കുറെ സംഭവവികാസങ്ങൾ. ഉദാഹരണമായി ഒന്ന് മാത്രം എടുക്കൂ. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ വേണ്ടി 370 ഖണ്ഡിക എടുത്തു കളഞ്ഞപ്പോൾ അതിനെ പിന്തുണ കൊടുത്തത് കോൺഗ്രസ്. യഥാർത്ഥത്തില് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കോർ അജണ്ടയാണ് ഒന്ന് രാമക്ഷേത്രം, അത് പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയുക. രണ്ടാമതായി കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക. മൂന്നാമതാണ് ഏക സിവിൽ കോഡൊക്കെ തന്നെ. ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസിന് എംപിമാർക്ക് ശക്തമായ ഒരു എതിർപ്പുണ്ടാക്കാൻ പറ്റുന്നില്ല? ഞാൻ പലപ്പോഴും തന്നെ പറയാറുണ്ട്, CPM-ന്റെ ആ ജോൺ ബ്രിട്ടാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് നടത്തുന്ന പ്രകടനത്തിന്റെ 10-1 മുസ്ലിം ലീഗുകാർക്ക് പോലും നടത്താൻ പറ്റുന്നില്ല. അവിടെ 3 മുസ്ലിം ലീഗുകാരുണ്ടല്ലോ. മുസ്ലിം ലീഗിനെയും 3 10 പോയിട്ടും വലിയ ഫലമില്ല എന്നാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. വളരെ നിർണായകമായ ഘട്ടത്തിൽ അവിടെ മുസ്ലിം ലീഗിന്റെ എംപിമാരെ കാണാറില്ല എന്നുള്ളതാ. പക്ഷെ അവര് ഇതൊന്നും അംഗീകരിക്കില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒരിക്കലും തന്നെ ന്യൂനപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രവണത ഇല്ല എന്നുള്ളതാണ്. ശരി, ശ്രീ കാസിം ഇരിക്കൂർ ദയവായി തുടരുക. ഡോക്ടർ ഫസൽ ഗഫൂർ, നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. എങ്കിൽ പോലും താങ്കളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഞാൻ ഇടവേളയിലേക്ക് പോകാം. നേരത്തെ അന്ധമായി കോൺഗ്രസ് പോകട്ടെ, ഒറ്റക്കക്ഷിയാകട്ടെ, അങ്ങനെ രാഷ്ട്രപതി കോൺഗ്രസിനെ ക്ഷണിക്കട്ടെ എന്ന നിലപാടാണ് അന്ധമായി ലീഗ് സ്വീകരിച്ചതെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രം പോയാൽ പോരാ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പോകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. അത് നേരത്തെ ശ്രീ കാസിം ഇരിക്കൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വയം കൃതാനർത്ഥത്തിന്റെ ശമ്പളമായി കാണാമോ? അല്ല, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഈ UDF നിൽക്കുന്നിടത്തോളം കാലം അതിന് ചെറിയ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അതിന് LDF പോകാനുള്ള റൂട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഏറെക്കാലം ശ്രീ ജയരാജനും കൂട്ടർ റൂട്ട് അടച്ചു വെച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോഴാണ് അവർ മാറ്റിയിരിക്കുക. കുറച്ചു കാലമായിട്ട് കുറെ കാലമായിട്ട് ഇങ്ങനത്തെ വർഗീയ കക്ഷികളായിട്ട് കൂട്ടുകൂടണ്ട എന്ന് നായനാറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അങ്ങനെയാണല്ലോ അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കിയത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായം കേരളത്തിൽ അസ്വസ്ഥരാണ്. അവർ അസ്വസ്ഥരാകുന്നതിന്റെ കാരണം എന്താണെന്നും കൂടെ ഞാൻ പറയാം. അപ്പൊ അടിക്കടി അവർ നോക്കുമ്പോൾ ഓരോരോ ഇഷ്യൂ വടക്കേ ഇന്ത്യയിൽ ഇവിടെ വിഷയം ഉണ്ടായിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ ഓരോരോ വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വിഷയങ്ങളൊക്കെ എടുത്തിടുമ്പോൾ അത് വേണ്ട രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് തോന്നൽ വരികയും അതിനെക്കാട്ടും അപ്പുറത്തേറ്റ് ശ്രീ ജയരാജൻ നേരത്തെ അടച്ച വാതിലിന് പകരം ഇപ്പൊ വലിയൊരു പാലം അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. ആ പാലത്തിലൂടെ ഞാൻ നോക്കുമ്പോൾ സുന്നി മുജാഹിദും ഒക്കെ അങ്ങോട്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ സമയത്ത് എങ്ങനെ ഇത് വരും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ മുസ്ലിം സമുദായം പൊതുവെ അസ്വസ്ഥരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിം സമുദായത്തിന് വേണ്ടതായിട്ടുള്ളൊരു പ്രാതിനിധ്യം ലോകസഭയിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഇത്തവണ ലോകസഭയിൽ കിട്ടാനുള്ള കാരണം LDF നമ്മുടെ റഹീമിനെയും കരീം സാഹിബിനെയൊക്കെ അവർ അങ്ങോട്ട് വിട്ടു രാജ്യസഭയിലോട്ട്. അത് ആരിഫ് ലോകസഭയിലുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രാതിനിധ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് മറ്റേ വശത്ത് നമ്മൾ നോക്കുമ്പോൾ, ഞാൻ സമുദായങ്ങളുടെ പേരെടുത്ത് വെറുതെ തല്ലുപിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല, മറ്റു സമുദായങ്ങളോട് വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന സമുദായങ്ങൾക്ക് അല്ല, അത് തുറന്നു പറയുന്നതിന് എന്താ തടസ്സം ഡോക്ടർ ഫസൽ ഗഫൂർ? ക്രിസ്ത്യൻ സമുദായത്തിന് കേരള കോൺഗ്രസിൽ കിട്ടുന്ന പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗിലൂടെ കിട്ടുന്നില്ല. അല്ല, മുസ്ലിം ലീഗിലൂടെ കിട്ടില്ല, ആരിലൂടെങ്കിലും കിട്ടാലോ. ഇനി കോൺഗ്രസിലൂടെ കിട്ടാലോ വേണമെങ്കിൽ. കോൺഗ്രസിലൂടെ കിട്ടിയിട്ടില്ല, മുസ്ലിം ലീഗിലൂടെ മാത്രം കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രത്യേകിച്ച് തെക്ക് കേരളയിലുള്ള മുസ്ലിമുകളും കമ്മ്യൂണിസ്റ്റ് മുസ്ലിമുകളൊന്നും എല്ലാവരും മുസ്ലിം ലീഗുകാരല്ലല്ലോ. പക്ഷെ മൊത്തം അങ്ങനെയൊക്കെ സമുദായത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു തമാശയും കൂടെ പറയാം. ഏതായാലും നമ്മുടെ ശ്രീ ജയരാജൻ നമ്മുടെ ബാഫയ്ക്ക് അല്ലാത്ത നികേഷ് ബാഫയ്ക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്ന് TG മോഹൻദാസ്
അതായത് അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞത് ടി ജി മോഹൻദാസ് എന്ന് വെച്ചാൽ RSSന്റെ ആചാര്യന്മാരിൽ പെട്ട ഒരാളാണ്. അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ലീഗിന് വേണ്ട പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല, ലീഗിന് 3 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റുമാണ് അവർക്ക് അർഹതപ്പെട്ടത്. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ലീഗിന് വേണ്ട രീതിയിൽ കിട്ടില്ല. ഇനി ലീഗ് അത് കുഴക്കാതിരുന്നത്, ലീഗ് എങ്ങനെ കുഴക്കാന്ന് പറഞ്ഞുതരാം. ഇതിനൊരു വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ല 5ാം മന്ത്രിമാര് വലിച്ചു നീട്ടി അതിനൊരു വർഗീയവൽക്കരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. ഒന്നല്ലെങ്കിൽ അത് 3 കൊടുക്കുക, അല്ലെങ്കിൽ പറയാല്ല ഞങ്ങൾ സംതൃപ്തരാണ്, ഒന്നല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കും, വേറിട്ട് മത്സരിക്കും, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാശ്മീർ ഇക്കൂർ തൊട്ടിട്ട് ഇനി വരാൻ പോണ ജേക്കബ് ജോർജ് ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അവര് എത്ര കാലം ഇവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും? അവര് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ 19 MP മനസ്സിലായില്ല. ഞാൻ ആ കണക്കുകളൊക്കെ എടുത്ത് നോക്കിയപ്പോ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു MP ഇല്ല, ആരും ഇല്ല അതില്. അല്ല, സാധാരണഗതിയിൽ അതാണല്ലോ സംഭവിക്കാറുള്ളത്. അതുകൊണ്ടാണല്ലോ ലീഗിന് ആ നിലയിലുള്ള പരാതി. അതായത് കോൺഗ്രസ് ക്രിസ്ത്യൻ പ്രാതിനിധ്യം കൊടുക്കും, പക്ഷെ മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കില്ല ലീഗിന്റെ പേര് പറഞ്ഞ്. എന്നാൽ കേരള കോൺഗ്രസിന് കൊടുക്കേണ്ട സീറ്റുകൾ ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തിലൂടെ വേറെ കൊടുക്കുമ്പോൾ തന്നെ കോൺഗ്രസിൽ തന്നെ ഈ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകും എന്നൊക്കെയാണ് ലീഗിന്റെ പരാതി. അതൊന്നും നമ്മൾ മതം തിരിച്ചു പറയുകയല്ല, പക്ഷേ തിരിച്ചു പറയുന്നില്ല. അതല്ല, 50% പേര് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടാണ് വോട്ട് ചെയ്യണം, 50% പേര് സ്വത്ത് രാഷ്ട്രീയ പ്രകാരമാണ് വോട്ട് ചെയ്യണം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലെ ഇപ്പൊ ഈ ചർച്ചയില്ലല്ലോ, ലീഗിനെ പറ്റിയും കേരള കോൺഗ്രസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ട. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ പരാതി കൂടെ അവർ പറയുന്നത് വെച്ചാൽ ഇപ്പൊ തന്നെ ഏറ്റവും അധികം MP തന്നെ ഉള്ളത് നായർ സമുദായത്തിൽ നിന്നാണ് അവർ ലീഗ് എന്നുള്ളത്. അതേസമയം നായർ സമുദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്നും കോൺഗ്രസ് കൂടെ നിൽക്കുന്നില്ല. പിന്നെ BJPക്ക് അവിടെ നിന്ന് വോട്ട് കിട്ടുന്നത്, BJPക്ക് വോട്ട് കിട്ടുന്നുണ്ടല്ലോ. ശരി, അതാണ് അതിന്റെ രാഷ്ട്രീയം. ദയവായി തുടരുക ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പൊ തെക്കൻ കേരളത്തിൽ നിയമസഭാ സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരാതി മുമ്പ് തിരുവനന്തപുരം വെസ്റ്റ്, നേരത്തെയുള്ള ലേഖനത്തിൽ സുപ്രഭാതത്തിന്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞാൽ തിരുവനന്തപുരം വെസ്റ്റ് ലീഗിന്റെ കയ്യിലായിരുന്നു, പക്ഷേ 57 തിരുവനന്തപുരം വെസ്റ്റ് വിട്ടുകൊടുത്തു. അതോടുകൂടി തെക്കൻ കേരളത്തിൽ ലീഗിൻ്റെ ഒരു സാന്നിധ്യം വല്ലാതെ കുറഞ്ഞു. ദുർബലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് കൊല്ലത്ത് RSP വന്നപ്പോൾ ഇരവിപുരം വിട്ട് പുനലൂര് കൊടുത്തു. പുനലൂര് വിജയസാധ്യത തീരെ ഇല്ലാത്തതാണ്. അതെ, അപ്പൊ ഈ നിലയിൽ ദുർബലപ്പെടുന്നതിന്റെ കാരണം കോൺഗ്രസിന് വഴങ്ങി കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ള വികാരം ലീഗ് അണികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് നേതാക്കളുടെ പ്രശ്നമല്ല എന്നും അതുകൊണ്ട് നേതാക്കൾ കോംപ്രമൈസ് ചെയ്താൽ പോലും യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്നത് വിവിധ ലേഖനങ്ങളിലൂടെ. ഈ ലേഖനങ്ങളൊന്നും തനിയെ സ്വയംഭൂവല്ലല്ലോ, ഇതൊക്കെ തന്നെയും അറിവോടുകൂടി ആയിരിക്കും. ശ്രീ ജേക്കബ് ജോർജ്, എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം? നികേഷേ, ഈ പറയുന്ന ലേഖനങ്ങൾ എന്ന് പറയുന്നത്, സുപ്രഭാതം എന്ന പത്രം എന്ന് പറയുന്നത്, അത് സമസ്തയുടെ നാവാണ്, സമസ്തയുടെ മുഖമാണ്, സമസ്തയുടെ ശബ്ദമാണ്. ഇത് വെറും മുസ്ലിം ലീഗിൻ്റെ മാത്രം വിഷയമല്ല. സമസ്തയിലെ യുവജന വിഭാഗം വളരെ ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ടോ സാമുദായികമായ കാര്യമാണോ പറയുന്നത് എന്നൊക്കെ പോകട്ടെ. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി CPM സ്ഥാനാർത്ഥിയായിട്ട് KS ഹംസ വന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? അത് സംസ്ഥ അറിഞ്ഞിട്ടല്ലേ? ഇതൊക്കെ വലിയ അകത്ത് നടക്കുന്ന കർട്ടന് പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന വലിയ നാടകങ്ങളുടെ ലക്ഷണമാണ്, നമ്മൾ കാണുന്ന ലക്ഷണമാണ്. അത് ലീഗ് മാത്രമല്ല, ലീഗ് തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ VD സതീശനോടും K സുധാകരനോടും പഴയതുപോലെ, ഇപ്പോൾ കരുണാകരനായിരുന്നപ്പോൾ, AK ആന്റണി ആയിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ, രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ, അവർക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ പാരമ്യമായിരുന്നു. കുഞ്ഞൂഞ്ഞ്, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, അവർ 3 പേര് ഇരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇന്നത്തെ നേതൃത്വത്തിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാകില്ലേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം? ഈ പ്രശ്നം ആരോട് പറയും എന്ന് അവർ ആലോചിക്കുകയാണ്. അതിനകത്തൊരു UDF നയിക്കുന്ന ഒരു അച്ചുതണ്ട് ഇന്നില്ലാതായിപ്പോയി. അതിനൊക്കെ VD സതീശൻ നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. സതീശനാണ് ഇന്ന് ഓടി നടക്കാൻ ശേഷിയും യൗവനവും ഉള്ളത്. സതീശൻ അതിന് മുൻകൈ എടുക്കേണ്ടിയിരുന്നു. സതീശൻ അത് എടുക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. ശരിക്കും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ വിളിച്ചിട്ട് കേരള കോൺഗ്രസിൻ്റെ PJ ജോസഫാണ്. ജോസഫിനെ ഇപ്പോൾ അസംബ്ലി പോലും അദ്ദേഹം വളരെ കുറച്ചേ വരാറുള്ളൂ.
അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ശക്തമായ ഒരു നേതൃത്വം, അങ്ങനെ ഒരു നേതൃത്വം യു ഡി എഫിന് ഇല്ലാതെ പോയി. ഇപ്പം നോക്കിക്കേ, ആലപ്പുഴ ആരിഫ് സ്ഥാനാർത്ഥിയാണ് CPM-ൻ്റെ. അവിടെ നേരത്തെ ഷാനിമോൾ ഉസ്മാൻ, വയനാട്ടിൽ MI ഷനവാസ്. ഇപ്പോഴാ പേരുകളൊന്നും ഇല്ല. ലീഗ് കാണുന്നത് ലീഗിൻ്റെ 2 MP സ്ഥാനാർത്ഥികൾ, ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഒഴികെ മൂന്നാമതൊരു സീറ്റ് തരുന്നുമില്ല. കോൺഗ്രസിനകത്ത് മുസ്ലിം ലീഗുകളെ സ്ഥാനാർത്ഥിയാക്കുന്നുമില്ല. ആ ഒരു സ്ഥിതിയിലാണ് സമസ്ത. ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ഒറ്റ വാക്കും കൂടെ പറയട്ടെ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഒരു പരിധിവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഒരു വലിയ നേതാവായിട്ട് ഇങ്ങനെ എമേർജ് ചെയ്ത് കഴിഞ്ഞു. വളരെ സമർത്ഥമായിട്ട് CPM നേതൃത്വം, വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ സമസ്ത നേതൃത്വത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനോടാണ് അവർക്കൊക്കെ ആഭിമുഖ്യം എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ കോൺഗ്രസ് അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് വിഷയം. ഞാൻ ചോദിക്കുന്നത്. തിരിച്ചെത്താം. എല്ലാ ഇപ്പോൾ അതിഥികളിലേക്കും എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമായി വരുന്നു. ഇനി മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെയും അത് വൈകാരികമായി അവതരിപ്പിച്ച് ലീഗ് അണികളെ ബോധ്യപ്പെടുത്താനുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം ഇന്ന് നിലവിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ഇനി ഇടവേള. ശ്രീ CN വിജയകൃഷ്ണൻ, ലീഗിന് 2-ൽ കൂടുതൽ സീറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര, ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്താനുള്ള നേതൃത്വം ഇന്ന് UDF-നുണ്ടോ? 1. 2, അതില്ല എങ്കിൽ സാധാരണഗതിയിൽ വളരെ വൈകാരികമായി ലീഗ് അത് അവതരിപ്പിക്കാറുണ്ട്. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരേണ്ടതുണ്ട്, അത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആകെ ആവശ്യമാണ്. ആ നിലയിൽ ഒരു നറേറ്റീവ് കൊടുക്കാനുള്ള ശേഷി യഥാർത്ഥത്തിൽ ഇന്ന് UDF-ൻ്റെ നേതൃത്വത്തിനുണ്ടോ എന്നുള്ളതാണ്. ഇതിലെ ഒരു വാക്വമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു ചർച്ചയായി ഉയർന്നു വരാൻ കാരണം എന്ന് ശ്രീ CN വിജയേഷൻ അങ്ങേക്ക് തോന്നുന്നില്ലേ? ഒരിക്കലും അല്ല. UDF-ന് ശക്തമായ നേതൃത്വമുണ്ട്. UDF പരിഹരിക്കും ചെയ്യും. ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. LDF-ലെ എല്ലാ കക്ഷികളും തൃപ്തരാണോ? ഇപ്പം ശ്രേയസ് കുമാറിൻ്റെ പാർട്ടി വേണ്ട, പറയുന്നത് ശ്രേയാംസിനെ ഇവിടെ കാസിമിരിക്കൂറിനോട് ചോദിക്കും. നേരിട്ട് ചോദിച്ചോ CN വിജയേഷൻ? അല്ല, ചോദിക്കുക. അപ്പോൾ ശ്രേയസ് കുമാർ പറയുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഞങ്ങളെക്കാട്ടും സ്വാധീനമില്ലാത്ത ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു, ഞങ്ങളെ പരിഗണിച്ചില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. ലോകസഭ പരിഗണിച്ചില്ല. വീരേന്ദ്രകുമാറിനെ പോലെ, ശ്രേയസ് കുമാറിനെ പോലെ അങ്ങനെ അനേകം സോഷ്യലിസ്റ്റുകാരുള്ള കോഴിക്കോട് സീറ്റ് സാധാരണ ജനതാദളിന് കൊടുക്കലായിരുന്നു അടുത്ത കാലം വരെ. അവർ മുന്നണി വിടണവരെ മുന്നണി വിട്ടു വന്നപ്പോഴും കൊടുത്തില്ല, തിരിച്ചു വന്നപ്പോഴും കൊടുത്തില്ല. അപ്പം മുന്നണികളിൽ പ്രശ്നങ്ങളുണ്ടാവും. പല പാർട്ടികൾ കൂടിയതാ മുന്നണി. അതൊക്കെ പരിഹരിക്കാനുള്ള കഴിവ് എല്ലാ അർത്ഥത്തിലും UDF-നുണ്ട്. അത് പരിഹരിക്കുകയും ചെയ്യും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ ഇവിടെ നോക്കൂ, എങ്ങനെ ഒരു മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച അതിൽ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് താങ്കൾ LDF-ൽ ആരോപിക്കുന്ന കുറ്റം. അത് ശരിയുമാണ്. നേരത്തെ സോഷ്യലിസ്റ്റുകൾക്കൊരു സീറ്റ് LDF-ൽ ഉണ്ടായിരുന്നു. ആ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലാണ് MP വീരേന്ദ്രകുമാർ പുറത്തു പോയത്. അന്ന് MP വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഡോക്ടർ വർഗീസ് ജോർജ് AKG സെൻറ്ററിന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയെന്നാണ്. ഇന്നിപ്പോൾ ജനതാദൾ എസിനും സീറ്റില്ല, RJDക്കും സീറ്റില്ല എന്നുള്ള അവസ്ഥ. ആ തരത്തിൽ താങ്കൾ പറയുന്നത് ശരിയാണ്. ആ മുന്നണിയിൽ അതൃപ്തരുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇത് അവിടെ UDF-ലെ പ്രശ്നം ഇപ്പം അതല്ല. കോൺഗ്രസ്സിന് ന്യൂനപക്ഷ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോകണം, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 സീറ്റ് പോരാ, ഞങ്ങൾക്ക് അർഹിക്കുന്ന സീറ്റ് വേണം എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ചുകൂടി രാഷ്ട്രീയം ചേർന്ന് നിൽക്കുന്നുണ്ട് ശ്രീ CN വിജയേഷൻ.
അത് നിങ്ങളെപ്പോലത്തെ മാധ്യമങ്ങളും LDF ഒക്കെ പറയുന്നതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ഫസൽ ഗഫൂർ ഇവിടെ പറഞ്ഞു 5ാമത്തെ മന്ത്രി കൊടുക്കാൻ ജയരാജേട്ടൻ പറഞ്ഞല്ലോ 5 സീറ്റ് ആവശ്യപ്പെടാനും കൊടുക്കാനും ലീഗിന് സ്ട്രെങ്ത് ഉണ്ടെന്ന്. അതേ സ്ട്രെങ്ത് ഉള്ളപ്പോൾ അഞ്ച് മന്ത്രിമാരെ കൊടുത്തപ്പം കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കറക്റ്റ്. എന്താ പറഞ്ഞത്? ശരി, ഷിപ്പി ജയരാജൻ അതിന് CN വിജയേഷിന് നേരിട്ടുള്ള മറുപടി കൊടുക്കും. 5ാം മന്ത്രി ഹൈദരലി തങ്ങൾ നേരിട്ട് 5ാം മന്ത്രി മഞ്ഞളാംകുഴി അലി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ വലിയ നിലയിൽ അതൊരു മതപ്രശ്നമാക്കി മാറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ പി ജയരാജൻ, ഒരു ധ്രുവീകരണ പ്രശ്നമാക്കി മാറ്റിയോ എന്നുള്ളതാണ് CN വിജയേഷിന്റെ നേരിട്ടുള്ള ചോദ്യം. അല്ല, ഇത് ഈ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കത്തക്ക നിലയിലുള്ള ഒരു പ്രശ്നമല്ല ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നത്. 5ാം മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ധ്രുവീകരണം കേരളത്തിൽ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. CPM ഉണ്ടാക്കിയതല്ല. അത്തരമൊരു ധ്രുവീകരണമായിട്ടുള്ള ആശയങ്ങൾ ഈ കേരളത്തിൽ ശക്തിപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തെ അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അത് നേരത്തെ ഫസൽ ഗഫൂറും അതുപോലെ തന്നെ നികേഷും ഇവിടെ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം ലീഗ് സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതായത് UDFലെ സീറ്റ് തർക്കം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഒരു CPM പ്രവർത്തകരെന്ന നിലക്ക് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നൊരു കാര്യം, സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായിട്ടുള്ള ലീഗിനകത്ത് ഭിന്നത ഉണ്ടായിരിക്കുന്നു. എന്താണ് ആ ഭിന്നതക്ക് അടിസ്ഥാനം? നേരത്തെ ഇവിടെ ഫസൽ ഗഫൂർ പറഞ്ഞു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 16 എണ്ണം വിജയിച്ചപ്പോൾ അതിനകത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യമേ ഉണ്ടായില്ല. 2 എണ്ണം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 മുസ്ലിം പ്രതിനിധികൾ മാത്രമാണ് ലോക്സഭയിലെത്തിയത്. ഇപ്പോൾ പഴയ MP-മാരൊക്കെ വീണ്ടും മത്സരിക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ലീഗിനകത്ത് അത് ഭിന്നതയുണ്ടാക്കും. അതാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഭിന്നതയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിനുള്ള പ്രചരണം നടന്ന അന്നത്തെ സാഹചര്യവും 5ാം മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടതും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ UDFൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കുമെന്നാണ് ശ്രീ വിജയകൃഷ്ണൻ പറയുന്നത്. പരിഹരിച്ചോട്ടെ. പക്ഷേ അത് ലീഗ് അണികളിൽ വലിയ നിലക്ക് പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം കാണുന്നത്. എന്തുകൊണ്ട്? ഇവിടെ നികേഷ് ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതായത് ലീഗിനെ ആ നിലക്ക് ബോധ്യപ്പെടുത്തി UDFൻ്റെ കൂടെ നിർത്താനുള്ള നേതൃശേഷി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ എന്നതാണ്. ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലക്ക് ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം, എല്ലാ കാലത്തും കേരളത്തിലെ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 1948 മാർച്ച് 24-ാം തീയതിയത്തെ മാതൃഭൂമി ആർക്കൈവ്സിലെ മാതൃഭൂമി പത്രം, ആ പത്രത്തിലെ ഒരു വാർത്തയുടെ തലക്കെട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീമാൻ K. കേളപ്പൻ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ വാർത്ത കൊടുത്തതിന് തലക്കെട്ട് എന്താന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ രാജ്യത്തോട് വിശ്വാസ്യത തെളിയിക്കണമെന്നാണ്. ഇത് കൃത്യമാണ്, തെളിവാണ്. അപ്പോൾ മുസ്ലിങ്ങൾ രാജ്യത്തോട് വിശ്വാസ്യത തെളിയിക്കണം. എപ്പോഴാണ് പറയുന്നത്? 48 മാർച്ച് മാസം. 48 ജനുവരിയിൽ മഹാത്മാഗാന്ധിയെ കൊല ചെയ്തു ഗോഡ്സെയും കൂട്ടരും. അങ്ങനെ മതഭ്രാന്ത് രാജ്യത്തുടനീളം ശക്തിപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ഹിന്ദുത്വ ഭ്രാന്തിനെക്കുറിച്ച് ഒന്നും പറയാതെ KPCC പ്രസിഡന്റ് അന്നത്തെ കേളപ്പൻ പറഞ്ഞത് ലീഗ് വിരോധം മൂത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം. ആ KPCC പ്രസിഡന്റിൽ നിന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സുധാകരനേക്കാൾ ദൂരം എത്രയാണ്? അതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ആ KPCC പ്രസിഡന്റ് പറയാണ് RSSന്റെ ശാഖ നടത്താൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടികളെ അയച്ചു കൊടുക്കും, കോൺഗ്രസ്സുകാരെ അയച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസിന് KPCC പ്രസിഡന്റിന്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സതീശൻ വിജയദശമി ദിനത്തിൽ ഗോൾവാർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്താൻ വേണ്ടി പോകുന്ന VD സതീശൻ, അവരെ സ്വാഭാവികമായിട്ടും മുസ്ലിം ബഹുജനങ്ങൾ വിശ്വസിക്കില്ലല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഇതൊക്കെയാണ് ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം, കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കത്തിന് കാരണം.
അത് അത്ര വേഗം പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ഞാനിവിടെ ഊന്നിപ്പറയാൻ ശരി, സി എൻ വിജേഷൻ 87-ലെ തെരഞ്ഞെടുപ്പിൽ എം വി രാഘവൻ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അന്ന് ഇടതുപക്ഷം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളും ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പി ജയരാജൻ ഉയർത്തുന്ന വിഷയങ്ങളും തമ്മിലുള്ള വ്യത്യാസം താങ്കൾക്ക് മനസ്സിലാവുമല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഫലം എന്താണ് വരാൻ പോകുന്നത്? ലീഗിനെ ഒപ്പം ചേർക്കുക എന്നാണ്. നേരത്തെ ശ്രീ പി ജയരാജൻ വരികൾക്കിടയിലൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 86-ലെ രാഷ്ട്രീയമല്ല ഇപ്പോൾ 2024 ബി ജെ പിയെ എതിർക്കുക എന്ന രാഷ്ട്രീയത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പച്ചക്ക് ചോദിച്ചാൽ ലീഗ് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യു ഡി എഫിൽ നിന്ന് ലീഗ് പോയാൽ യു ഡി എഫിൻ്റെ അവസ്ഥ എന്താണ്? ഓരോ പാർട്ടിക്കും അതാത് കാര്യങ്ങൾ നിർണ്ണയിക്കുക. പക്ഷെ ജയരാജേട്ടൻ പറഞ്ഞത് ഈ സി പി എമ്മിന് കാര്യങ്ങൾ മനസ്സിലാവാൻ എൻ വി രാഘവൻ 88 പറഞ്ഞ കാര്യത്തിലേക്ക് ഈ സി പി എം എത്തി എന്നുള്ളതാണ്. സന്തോഷമുണ്ട്. എൻ വി ആർ പറഞ്ഞ മുദ്രാവാക്യം അതിനകത്ത് ശ്രീ പി ജയരാജൻ ഒരു ചരിത്ര നിഷേധം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശ്രീ സി എൻ വിജേഷൻ 86-ല് ബദൽ രേഖ അവതരിപ്പിച്ചുകൊണ്ട് എം വി രാഘവൻ പറഞ്ഞത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. അവിടെയാണ് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം വി രാഘവൻ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മുസ്ലിം ലീഗിനെയും ചേർത്ത് സി പി എമ്മിനെ പരാജയപ്പെടുത്താനാണ് നോക്കിയത്. അതെ, അതാ പറഞ്ഞത്. അത് അംഗീകരിക്കുന്നു. അന്നത്തെ മുദ്രാവാക്യം 88-ൽ ഞങ്ങൾ മാറ്റിയല്ലോ. 88-ൽ അത് തൃശ്ശൂരിലെ പാർട്ടി കോൺഗ്രസോട് കൂടി അത് മാറി. കോൺഗ്രസ് അന്ന് പറഞ്ഞു ബി ജെ പി വളരുകയാണ്, ബി ജെ പി ഇന്ത്യയിൽ വളരുകയാണ്. ആരും ശ്രദ്ധിച്ചോ? ഒരു വാചകം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ബി ജെ പി തൃശ്ശൂർ സീറ്റിൽ നിങ്ങളുടെ സർവേ പ്രകാരം തൊട്ട് കോൺഗ്രസിൻ്റെ പിന്നിൽ നിൽക്കുക. നിങ്ങളുടെ സർവേ ശരിയായിക്കൊള്ളണമെന്നില്ല, തെറ്റായിക്കൊള്ളണമെന്നില്ല. പക്ഷെ തൊട്ട് പിന്നിൽ നിൽക്കുക. 3-ാം സ്ഥാനത്ത് LDF. നമ്മൾ പറയേണ്ടത് കോൺഗ്രസ് ഇല്ലാതെ മതേതരത്വം, കോൺഗ്രസ് ഇല്ലാതെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും ഇന്ത്യയിൽ നടക്കുമോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പാർട്ടിക്ക്, ഇന്ത്യയിലുള്ള പാർട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവുമോ? അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ് ആവശ്യമെങ്കിൽ ആ സംരക്ഷണത്തിന് കോൺഗ്രസ് വരണം. അതിന് ഇന്ത്യ മുന്നണി എല്ലാം മറന്ന് കൊടുക്കണം. പിന്നെ ലീഗിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ ലീഗിലെ പ്രശ്നം ഏറ്റവും ഉയർത്തിയുള്ള ഒരാളായിരുന്നല്ലോ ഹംസ. ഇപ്പം നമ്മുടെ പൊന്നാനി നിൽക്കുന്ന അദ്ദേഹം 2 കൊല്ലം മുമ്പ് സി പി എമ്മിനെതിരായിട്ട് പറഞ്ഞതെന്താ? ഇത്ര വ്യക്തിപരമായിട്ട് സി പി എമ്മിനെ ആക്ഷേപിച്ച ഒരു കക്ഷി കേരളത്തിൽ യു ഡി എഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തിഹത്യ നടത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്നുറച്ചോ, ഇതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഏറ്റവും വലിയ യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ വരുന്ന 2 സ്ഥലമായിരിക്കും, ഒന്ന് വയനാടും ഒന്ന് പൊന്നാനിയും. യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ഈ സമസ്ത പുറത്താണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, യാതൊരു തർക്കവും ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കരുത്ത് യു ഡി എഫിന്. ഇതിലും വലുതൊക്കെ നടന്നില്ലേ? ഇതിലും വലുതൊക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ട്? അതൊന്നും യു ഡി എഫ് ഇതാണ്. യു ഡി എഫിൻ്റെ കൾച്ചർ അതാണ്. അല്ലാതെ സി പി എമ്മിൻ്റെ കൾച്ചർ പോലെ LDF-ൻ്റെ കൾച്ചർ പോലെയല്ല. നിങ്ങൾക്ക് 4 ഇതാ തരുണോ, നിങ്ങൾ പോയിക്കോളി, അത് നടക്കലുണ്ടാവില്ല. ഞങ്ങൾക്ക് 5 വേണമെന്ന് പറയും. ചെറിയ പാർട്ടികൾ പറയും ഞങ്ങൾ തന്നെ രാജ്യസഭ ചോദിച്ചു, ഞങ്ങൾ തന്നെ 3 സീറ്റ് നിയമസഭയിൽ ചോദിച്ചു. അത് ചർച്ച ചെയ്തു കോൺഗ്രസ്. നിയമസഭയിലെ ഒന്നും കിട്ടാത്തൊരവസ്ഥയും അതാണോ ലീഗിന്റെ യു ഡി എഫിന്റെ കൾച്ചർ എന്നുള്ളതാണ്. നമുക്ക് ഒരിടവേള കൂടി ആവശ്യമുണ്ട്. ശ്രീ സി എൻ വിജേഷൻ, ക്ഷമിക്കുക. ഒരു കൾച്ചറും ഇല്ല. ഓക്കെ വ്യക്തമാണ്. ഒരു ചെറിയ ഇടവേള. ശ്രീ കാസിം അരീക്കോർ, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ജേക്കബ് ജോർജ്, സമയം വളരെ കുറവാണ്. ചെറിയ മറുപടി ദയവായി. നോക്കൂ, നേരത്തെ ശ്രീ സി എൻ വിജേഷൻ ചൂണ്ടിക്കാണിച്ച പോലെ കാസിം അരീക്കോറിൻ്റെ പാർട്ടിയായ INL-നും LDF-ൽ നിന്ന് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടാറുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക്
മത്സരിക്കാനുള്ള സീറ്റുകൾ കിട്ടിയാലല്ലേ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിനെ കൃത്യമായി അവതരിപ്പിക്കാനാകൂ. അപ്പോൾ അത് ലീഗിൻ്റെ മാത്രം ബാധ്യതയായി എതിർഭാഗത്ത് നിന്ന് വിമർശിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈരനിര്യാതന ബുദ്ധി. അവിടെ LDF-ൽ 11 സഖ്യകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു അഭിപ്രായ ഐക്യത്തിൽ എത്തുന്നത് ചർച്ച ചെയ്താണ്. ചിലപ്പോൾ കൂട്ടായ ചർച്ച നടത്തും, അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ. പക്ഷെ ആരും തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗിൽ സംഭവിക്കുന്ന അതല്ല. മുസ്ലിം ലീഗിൽ അർഹിക്കുന്ന സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് വെറും മുസ്ലിം ലീഗുകാരുടെ മാത്രം പരിഭവമല്ല. മുസ്ലിം ലീഗ് വോട്ട് ബാങ്ക്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ അഭ്യുതകാംക്ഷികൾ, സാമാന്യ ജനവും കൂടി അത് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ ഞങ്ങൾക്ക് 3 സീറ്റ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പിറകോട്ടില്ല എന്നൊക്കെ പറഞ്ഞത് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെയാ. അവർ ആദ്യം തന്നെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത്തരം ഡ്രാമകൾ നടക്കാറുണ്ട്. അതിന് പ്രധാന കാരണം ആ പാർട്ടിന്റെ അകത്ത് കടുത്ത അസ്വസ്ഥത നിലനിൽക്കുക. 7.5 വർഷമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആ പാർട്ടിക്ക് ഇപ്പോഴും യഥാർത്ഥത്തിൽ അണികൾക്കിടയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം നേതൃത്വം അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു തോന്നല്. അതുകൊണ്ട് തന്നെ ഇനിയൊരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായിട്ടില്ലെങ്കിൽ, ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റൈറ്റ്, മതി ഷിക്കാസിം ഇരിക്കൂർ. ഡോക്ടർ ഫസൽ ഗഫൂർ, നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാനൊരു മുസ്ലിം ലീഗ് നേതാവുമായി സംസാരിച്ചപ്പോൾ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കളോട് പറയുന്നത് കുറച്ചുകൂടി പ്രാതിനിധ്യം കൂട്ടണം എന്നുള്ളത്. നമുക്ക് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ തന്നെ, വലിയ ബില്ലുകൾ വരുന്നു, അതിനോട് കോൺഗ്രസ് നിസ്സഹകരിക്കുന്ന നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മതേതര സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ, ലെഫ്റ്റ് വല്ലാതെ ദുർബലപ്പെട്ടു. അപ്പോൾ കൂടുതൽ ആളുകൾ വരണമെന്നുള്ള ആഗ്രഹം വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിം നേതാക്കളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അത് അവർ ഇവിടുത്തെ ഒരു കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് അവരുടെ ഉറുദു, അലിഗർ, കാശ്മീർ ഈ വിഷയങ്ങളിൽ അവർക്ക് താല്പര്യമുള്ളൂ. പിന്നെ പാർലമെന്റിൽ മുസ്ലിം എണ്ണം കൂടുക എന്നുള്ള എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം, മുസ്ലിങ്ങളുടെ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാലമുണ്ട്, മനസ്സിലായി? ആ പാലം ആണല്ലോ നേരത്തെ അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ലീഗ് ഇങ്ങനത്തെ ഈ വിഷയം വല്ലാതെ വലിച്ചു നീട്ടണമെങ്കിൽ, മനസ്സിലായില്ലേ, അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ഒരു തീരുമാനം ഞങ്ങളൊക്കെ പറയുന്നത് ലീഗിന് 3 സീറ്റ് കൊടുക്കണം തന്നെയാണ്. അതിനവർക്ക് അർഹതപ്പെട്ടാണ്. പക്ഷെ അതിങ്ങനെ വലിച്ചു നീട്ടി ചർച്ച ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലീഗ് ഒരു അന്തിമമായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം, ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. അതായത് ഇത് അന്തിമ തീരുമാനം ഉടനെ തന്നെ കോൺഗ്രസ് എടുക്കണം. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ടും ഇതുമായി തന്നെ ഇരുന്ന് ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. കേന്ദ്രമന്ത്രിമാർ എത്ര പേരുണ്ട് ഇവിടുന്ന്? അത് അവിടുന്ന് VA സയ്യിദ് മുഹമ്മദും A റഹീമും കേന്ദ്രമന്ത്രിയായിട്ട് 50 വർഷമായി. അതിനുശേഷം ഒരു കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ഉണ്ടാവുന്നില്ല. ലീഗിന് വേണ്ട പ്രാതിനിധ്യം കൊടുക്കുന്നുമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിന്നാലും എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇതിന്റെ എന്ത് പ്രതിഫലനങ്ങൾ ഉണ്ടാവുമെന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂലോ. അതാണ് ഞാൻ അതിന്റെ ഒരു ഇതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഷിജേക്കൻ ജോർജ്, ഇനി അഥവാ മുസ്ലിം ലീഗിനെ കൊണ്ട് സമ്മതിപ്പിച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ മുസ്ലിം ലീഗ് തൽക്കാലം 2 സീറ്റിൽ മതി എന്ന നിലപാടെടുത്താൽ തന്നെയും ഈ അണികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വൈഷമ്യം, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ദുഃഖം, വിഷമം, അത് രാഹുൽ ഗാന്ധി അടക്കം മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് UDF-നെ പ്രതികൂലമായി, അല്ലെങ്കിൽ UDF-നെ ബാധിക്കുക? അത് ശരിയാണ്. അത് കുറച്ചും കൂടെ പോയാൽ ഞാൻ പറയാമല്ലേ, ഇപ്പം ഹംസ അവിടെ KS ഹംസ സ്ഥാനാർത്ഥിയാവുന്നു. അത് CPM എടുത്ത നിഷ്കളങ്കമായ തീരുമാനമൊന്നുമല്ല. വളരെ കണക്ക് കൂട്ടി തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം വയനാട്ടിലും രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോകട്ടെ, ഇളമരം കരീം അവിടെ മത്സരിക്കുകയാണ് മലബാർ തന്നെ. അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? നേരത്തെ വിജേഷൻ ചോദിച്ച പോലെ തന്നെ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്ഷേപിച്ച ഒരാൾ വന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് LDF-ന് ഗുണം ചെയ്യുക? മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം KS ഹംസ സ്ഥാനാർത്ഥിയായത് ഗുണകരമായി എന്ന വിലയിരുത്തലാണ് ലീഗ് നേതാക്കൾ. കാരണം അവരുടെ പാർട്ടിയെ പഴിച്ചു പുറത്തു പോയ ഒരാൾ അവിടെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങാൻ കഴിയുന്നു. നേരത്തെ ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ ഇല്ല എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയെന്നാണ് കേൾക്കുന്നത്. കുറച്ചുകൂടി സുഗമമായി ജയിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യം ഉണ്ടായെന്ന് ET വിലയിരുത്തുന്നതായിട്ടാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഒറ്റ വരി ഉത്തരമേ ഉള്ളൂ നികേഷ് എനിക്കതിന്. ഞാൻ പറയുന്നത് അത്
CPM തന്നെ എടുത്ത തീരുമാനമല്ല എന്നാണ് എൻ്റെ അറിവ് എന്നത് തന്നെയാണ്. CPM തന്നെ എടുത്ത തീരുമാനമല്ല. KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് CPM ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. അതിൻ്റെ പിന്നിൽ വേറെ ശക്തികളുണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ട കാര്യം. ശരിക്കും പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം നമ്മളൊക്കെ ചർച്ച ചെയ്താണല്ലോ. അന്ന് അത് വളരെയധികം ഹാനിയുണ്ടാക്കി UDFിൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ തന്നെ പ്രതിച്ഛായയ്ക്ക് കേരള സമൂഹത്തിൽ. പക്ഷേ ഇന്ന് ലീഗ് ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമാണ്. കാരണം BJP നേതൃത്വം, BJP MP-മാർ മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ഒരു വലിയ കൂട്ടം, ആ കൂട്ടത്തിൻ്റെ മുന്നിൽ കുറേ മുസ്ലിം ശബ്ദം ഉണ്ടാവണം എന്നുള്ളതാണ് ലീഗിൻ്റെ രാഷ്ട്രീയ ആവശ്യം. അതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാൻ. വളരെ വ്യക്തമാണ് ആ നിലപാട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ് എന്നുള്ളതാണ്. ആ വിഷയമാണ് ലീഗ് ഉയർത്താൻ പോകുന്നത്. ആ വിഷയം ഉയർത്തി ലീഗിന് പരാജയമാണെങ്കിൽ അത് നേതാക്കളോടുള്ള ചർച്ചയിൽ അവസാനിക്കില്ല. ലീഗ് അണികളിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നാണ് ലീഗ് നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ പോലും അത് ബാധിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പ് ഏതായാലും ലീഗ് നേതാക്കൾ നൽകുന്നുണ്ട്. നമുക്ക് കാണാം. പി ജയരാജൻ, CPM സംസ്ഥാന സമിതി അംഗം, കാസിം ഇരിക്കൂർ, INL, CN വിജേഷൻ, CMP സെക്രട്ടറി, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി. വളരെ നന്ദി സഹകരിച്ചതിന്.